ട്രാൻസ്പ്ലാന്റ് നടക്കുക. അപ്പൊ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് നടത്തി സ്വർഗത്തിലെ ദൈവം മനസ്സിലാകുന്നവർക്ക് കര ഉയരുന്നില്ലല്ലോ അച്ഛയ. അത് ബൈബിൾ അങ്ങോട്ട് വായിക്കണം. അമ്മാമ്മയ്ക്ക് ഒരു മയക്കം വരുത്തിയ ഒരു വലിയ ഗ്ലോരി. അപ്പൊ ആദ്യത്തെ അവയവം ഊരി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നല്ല ക്ലിയർ ആക്കി ഓപ്പറേഷൻ നടത്തിയതാ സ്വർഗത്തിലെ ദൈവം മനസ്സിലാകുന്നവർക്കായി. ഇതൊക്കെ അങ്ങോട്ട് വായിക്കണം മനസ്സിലാകുന്നവർക്കായി. ഒരു കാര്യം, ആദമിന് ഗാഠനിദ്ര വരുത്തി. അവിടുന്നാണ് അനസ്തേഷ്യ ക്ലോറോഫോം വന്നത്. ക്ലോറോഫാ തോമാച്ചൻ, അനസ്തേഷ്യ അവറാച്ചൻ. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. ബാക്കിയൂടെ കേൾക്കണം. എങ്ങനെ ഈ കാര്യം മനസ്സിലാക്കി? ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. പഠിക്കുന്ന മക്കൾ കേട്ടിട്ട് ടീറ്ററ്റ് BA BTech പിള്ളേരെല്ലാം എഴുതിക്കോണം. ഈ അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ പേര് ഡോക്ടർ ജെയിംസ് സിംപ്സൺ. അദ്ദേഹം ബൈബിൾ വായിച്ചു. ബൈബിൾ വായിച്ചപ്പോൾ ആദമിന് ഗാഠനിദ്ര വന്നു. അദ്ദേഹം ചിന്തിച്ച് പോയി. ആദ്യം വായിക്കുന്ന ക്ലോറോഫാം, അത് കഴിഞ്ഞ് അനസ്തേഷ്യ. മനുഷ്യന്റെ തൂക്കം അനുസരിച്ച് പമ്പ് ചെയ്യാൻ പറ്റൂ. തൂക്കം കൂടിയാൽ അച്ചായന്റെ ഒരു സൈഡ് കൂടിപ്പോ, ഇച്ചിരൂടെ കൂടിപ്പോയാൽ പിന്നെ സെമിത്തേരിയില്ല. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് സർജൻ ആദ്യം പറയുന്ന അനസ്തേഷ്യ എടുത്ത് പോയി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വരാൻ മനസ്സിലാകുന്നവർക്കായി. അതിനുശേഷം പമ്പിങ് നടക്കുന്നതിന് മുമ്പ് വീണ്ടും പറയും, സർജൻ പറയും ഹാർട്ടിന്റെ ചലനം എടുത്ത് കൊണ്ടുവരാൻ. ECG ഇത് രണ്ടും കൊണ്ടിട്ട് കത്തിയും കൂടുതലും എടുക്കത്തോളൂ മനസ്സിലാകുന്നവർക്കായി. ഇതെല്ലാം ബൈബിളുമായിട്ട് റിലേറ്റ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ ജെയിംസ് സിംപ്സൺ നോബൽ സമ്മാനം കിട്ടി. കുഞ്ഞുങ്ങൾ കേട്ടാട്ടെ, കാല് തളർന്നിരിക്കുന്ന അവസരം. ആ സമയത്ത് പത്രക്കാരി എന്ന് സാറിന് നോബൽ സമ്മാനം കിട്ടി. സന്തോഷമില്ലേ? അദ്ദേഹം പറയും നോബൽ സമ്മാനത്തിൽ സന്തോഷമുണ്ട്. പക്ഷേ എന്റെ ഏറ്റവും അധികമായ സന്തോഷം എന്താണെന്നറിയാമോ? ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചു. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. സാധാരണ വ്യക്തിയല്ല നോബൽ സമ്മാനം കിട്ടിയ അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അവരെ പാർക്കാൻ കൊണ്ടുവന്ന സ്ഥലമാ ഏതൻ. അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടി ഉള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. തോട്ടത്തിന്റെ നടുവിൽ നന്മയുടെ തിന്മയുടെ പല പഠിക്കുന്ന നാളിൽ നീ പുറത്തും പോകും മനസ്സിലാകുന്നവർക്ക്. അപ്പൊ ആദ്യത്തെ കല്യാണം നടത്തിയത് ആരാ? പെരുങ്കടവിള സബ് രജിസ്ട്രാർ ആണോ? മനസ്സിലാകുന്നവർക്കായി. അല്ലെങ്കിൽ കാട്ടാക്കടയിലെ മജിസ്ട്രേറ്റ് ആണോ? സ്വർഗത്തിലെ ദൈവം. ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് എത്ര കത്തോലിക്ക പള്ളി കിടക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത് ആ മണ്ഡപത്തെ കടവിലോട്ട് പോകുമ്പോൾ ആമച്ചൽ കഴിയുമ്പോൾ നല്ല കത്തോലിക്ക പള്ളി. അവിടെ ഒരു കല്യാണം നടക്കും. ചെറുക്കനും പെണ്ണും ആൾത്താരി വന്നേക്കും. ഉടനെ അച്ഛൻ മാലയും വളയൊന്നും കൊടുത്ത് കല്യാണം നടത്തിയല്ല. എത്ര കൗമ എല്ലാം നടത്തിയിട്ട് മാലയും മോതിരം ഒക്കെ വാഴ്ത്തുന്നതിന് വിട്ട് നല്ലൊരു പാട്ടും പാടും. ഏതാ പാട്ടെന്നറിയാം? ആദിമ നീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ കൃപയാൽ. അതിനുശേഷം അടുത്ത പാട്ട്, ഏതെന്തോട്ടം നാട്ടോനെ നീയാ ഞങ്ങളുടെ മണവാളൻ. സന്തോഷമില്ലല്ലോ? നമ്മളെവിടെ കേൾക്കാന്? ശവകല്ലറിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക മനസ്സിലാകുന്നവർക്കായി. അച്ഛൻ എത്ര നല്ല അരുമயான പാടൽ പാടുത്. ഏതൻ തോട്ടത്തിനകത്ത് ആദം ഹവ്വ ദമ്പതികളെ സംയോജിച്ച വിശുദ്ധ കരത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇവിടെ നടക്കുന്നു. അതാ അപ്പൊ ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിലെ ദൈവം ഏതന്റെ അകത്ത്. അതുകൊണ്ടാ എല്ലാ പള്ളികളിലും പാടുന്നത്. കോശുകാര കല്യാണം കൂടെ കേൾക്കാമോ? കല്യാണം ഉറച്ച പെൺകൊച്ചും ചെറുക്കനും. പാറശാല ഷീല കല്യാണം ഉണ്ടോ? വേണ്ട അങ്ങോട്ട് പോട്ടെ. കള്ളിക്കാട് ദീപയിലോട്ട് വാ. സ്വന്തം തൊട്ടടുത്താണല്ലോ കള്ളിക്കാട് ദീപ കല്യാണം മണ്ഡപം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെൺകൊച്ചും ചെറുക്കനും എന്താ വന്ന ഉടനെ പാശ് പറയും, കമാൺ ബ്രൈഡ് ആൻഡ് ചെറുക്കനും പെണ്ണ് ഇങ്ങോട്ട് വന്നാണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പൊ മാലയിൽ നിന്ന് കല്യാണം നടത്തുമോ? നടത്തത്തില്ല മാമേ. അതിന്റെ കുറെ പ്രൊസീജിയർ ഉണ്ട്. ചെറുപ്പക്കാരനും പെൺകൊച്ചും വരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ, പയ്യനും പെൺകുട്ടിയും നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ വായിക്കും. വിഭാഗത്തിന്റെ ഉഭയസമ്മതം വായിക്കും. അതിന് ശേഷം എന്താ, ചെറുക്കനേക്കാളും നല്ല ഷാരൂഖ് ഖാൻ അവിടെ ഇരിപ്പുണ്ട്, അവനെ കയറ്റത്തില്ല. പെൺകൊച്ചിനേക്കാളും നല്ല കാവ്യ മാധവനും ഇരിപ്പുണ്ട്, കയറ്റത്തില്ല. ദൈവദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വിവാഹ നിശ്ചയം കഴിഞ്ഞ ചെറുപ്പക്കാരനും പെൺകുട്ടിക്കും വേദിയിലേക്ക് കടന്നു വരാം. അതൊരു നിഴലെങ്കിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവുമായി രക്ഷയിൽ കൂടിയുള്ള ഉടമ്പടി പ്രാപിച്ചവൻ മാത്രമേ അക്കര നാട്ടിലെത്തുള്ളൂ. സോദര, ക്രിസ്തു എന്ന ഏക രക്ഷകന് മണ്ണവാട്ടിയ വിവാഹ നിശ്ചയം ചെയ്ത കാന്തനുമായി വേളി കഴിക്കുവാൻ അവർക്ക് മാത്രമേ യോഗ്യതയുള്ളൂ. അതുകൊണ്ട് ദൈവദാസന്മാർ പറയും, നിഴലായി ഇവിടെ നടക്കുമ്പോൾ പൊരുളായതൊന്നും മധ്യാകാശത്തിൽ നമ്മുടെ കാന്തൻ മടങ്ങി വരും. അങ്ങനെയെങ്കിൽ കല്യാണം നടത്തി പല കല്യാണങ്ങൾ നടത്തും. ഞാൻ അവിടെ ചെറുപ്പക്കാരനും പെൺകുട്ടിയും വരുമ്പോൾ ബാക്കി ഇവിടെ കേട്ടാട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു ദൈവദാസൻ 10 മിനിറ്റ് പറയും, പയ്യന്റെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് പറയും. അതിനുശേഷം കോയ പാട്ട് പാടും. ഞങ്ങളുടെ ഷിജിനൊക്കെ നല്ല പാട്ടുകൾ പാടും. നാദാ നീ തന്ന നല്ല ദാനങ്ങൾ ഇതെല്ലാം പാടിയതിനു ശേഷം വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ആണെങ്കിൽ 3 കല്യാണം. 1 ഏതനിലെ കല്യാണം, 2 കാനാവിലെ കല്യാണം, 3 വെളിപ്പാട് കുഞ്ഞാടിന്റെ കല്യാണം. ഈ 3 കല്യാണവും പറഞ്ഞതിന് ശേഷം പെൺകൊച്ചിനെയും ചെറുക്കനെയും അവിടെ പിടിച്ചു നിർത്തും. ചില വചനങ്ങൾ
വചനങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുക. എന്നിട്ടൊരു മൈക്ക് ദൈവദാസം പിടിക്കുമ്പോൾ പെൺകുട്ടിയോട് ആദ്യം ചോദിക്കുമ്പോൾ, നിന്റെ സമീപത്ത് നിൽക്കുന്ന ഈ ചെറുപ്പക്കാർ അല്ലെങ്കിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഞങ്ങൾ ജനിച്ചു വളർന്ന നല്ല പഠനമുള്ള കുഞ്ഞുങ്ങൾ, സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും വരാൻ പോകുന്ന കാലഘട്ടത്തിനകത്ത് ഉത്തമ ഭാര്യയായി അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ഉദാത്തമായ രീതിയിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കുഞ്ഞെ നീ തയ്യാറാണോ? അവൾ പറയും യെസ്. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു വാക്കുകൂടെ, ഭവനത്തിനകത്ത് ചെല്ലുന്ന വീട്ടിനകത്ത് നല്ല ഉത്തമ ഭാര്യയായി വീട്ടുകാർക്ക് കഞ്ഞിവെള്ളവും അതുപോലെ ആഹാരവും എല്ലാം വെച്ചുകൊടുത്ത് അതോടൊപ്പം തന്നെ മൊബൈലിന്റെ റേറ്റ് കുറച്ച് സമാധാനത്തോടെ പൈതലിന് തക്ക തുണയായി നിൽക്കാൻ തയ്യാറാണോ? യെസ്. അത് പറയുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. സ്വോത്രം. ഉടനെ പയ്യന്റെ കയ്യിലോട്ട് കൊടുക്കും, മോനെ ഈ വാക്കുകൾ കേട്ടിട്ട് അനുകൂലമായ മറുപടി നിന്നിൽ നിന്ന്. നിന്റെ സമീപത്ത് നിൽക്കുന്ന പെൺകുട്ടി വ്യത്യസ്തമായ കുടുംബ സാഹചര്യത്തിൽ വിളിച്ചു വളർന്നു, നല്ല വിദ്യാഭ്യാസം ചെയ്തു. അതിനുശേഷം അവൾക്ക് തക്ക സമയമായപ്പോൾ നിന്നെ പോലെ ഒരു പൈതലിന്റെ തുണയായി ലഭിച്ചു. അബ്രഹാമിന് സാറേയും ഇസഹാക്കിന് റബേക്കയും യാക്കോബിന് റാഹേലിനെയും കൊടുത്ത് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ കരത്താൽ ഈ പെൺകുട്ടിയെ കൈയേൽക്കുകയും ഉത്തമ ഭർത്താവായി ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കുഞ്ഞെ നീ തയ്യാറാണോ? അവൻ പറയും തയ്യാറാണ്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി അതുപോലെ പറയും, മോനെ വിവാഹം കഴിഞ്ഞാൽ അവളുടെ ഭവനത്തെ സ്നേഹിക്കുകയും അവളുടെ ചാർച്ചക്കാരെയും ബന്ധുക്കളെ സ്വഭവനം പോലെ സ്നേഹിക്കുകയും സഭയിലെ ആരാധനകൾക്കെല്ലാം കടന്നു വന്ന് വിശുദ്ധമായ ഒരു ജീവിതം നയിപ്പാൻ മോൻ തയ്യാറാണോ? തയ്യാറാണ്. കുഞ്ഞുങ്ങളുടെ ഈ വാക്കുകൾ സ്വർഗം കേട്ടത് കൊണ്ട് ഉടനെ കൈപിടിക്കത്തില്ല. ആ കരം ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഒരു കരം ഞങ്ങൾ ഉയർത്തും. 6000 കൊല്ലങ്ങൾക്കും വേദന്റെ പൂങ്കാവനത്തിനകത്ത് ഇറങ്ങി വന്ന് ആദം ഹവ്വ ദമ്പതികളെ സംയോജിപ്പിച്ച ദൈവത്തിന്റെ കരത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം ഞങ്ങൾ ഇവിടെ ഉഭയസമ്മതത്തിൽ ഒരുമിപ്പിക്കുന്നു. പുതിയൊരു കുടുംബം ഉളവാകുന്നു. മഹാദൈവത്തിന്റെ കരവും ആശീർവാദവും ഈ മക്കളിൽ മേറട്ടെ. ഇതാ കല്യാണം. അപ്പൊ ഷിജിപ്പാടും ഇന്നീ മംഗല്യ ശോഭിപ്പാൻ കരുണ ചെയ്ത കർത്താവേ. നമ്മളെവിടെ കേൾക്കാനാ ചിക്കൻ കാല് നോക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലാക്കുന്നവർക്ക് ശോത്രം. അതിനായിട്ട് 2 കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം സ്വൽപൂരം ഈ കരാറിന്മേൽ അക്കാലം മാറിയ മാമയെ അന്തിക്രിസ്തു വരുന്നതിന് മുമ്പായിട്ട് കേരളത്തിൽ ലോകത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കാട്ടാക്കടയും പാപ്പനും എല്ലാം പറയുമ്പോൾ പറയാം, വിവാഹമോ ഞങ്ങളിലെ അമേരിക്കക്കാർ. ദൈവം ആദ്യം ബാബേലിനെല്ലാം ഉണ്ടാക്കിയത്, ആദ്യം ഒരു കുടുംബത്തെ ഉണ്ടാക്കിയവന സ്വർഗത്തിലെ ദൈവം. വിവാഹമോ ഞങ്ങളിലെ അമേരിക്കക്കാർ. അമേരിക്കയിൽ ഒറ്റ 51 സ്റ്റേറ്റുകളിലും വിവാഹമില്ല. അമേരിക്ക തകരുന്നതിന്റെ കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയാം, ഒന്നിച്ച് താമസിക്കുവാൻ മലയാളി പെൺകുട്ടികൾ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറിന്റെ നാട്ടിലെ 2 പെൺകുട്ടികൾ ഇന്ന് ബാംഗ്ലൂരിൽ പോയി കോടതിയിൽ നിന്ന് വിധി മേടിച്ചവർ താമസിക്കുന്നു. ലിവിംഗ് ടുഗദർ. കണ്ടോ കേരളം എവിടെയായി? നാടൻ മലയാളം. പാപ്പനം കേട്ടാലും കാനക്കോട് കേട്ടാലും ശോശാമ ചിന്നമ്മയെ കല്യാണം കഴിക്കുന്നു. പച്ചയ്ക്ക് പറഞ്ഞാൽ ആർക്കും വേണേ കോപ്പി എടുക്കാൻ, നാളെ തന്നാ മതി. കിടക്കുന്നു ചെറുപ്പക്കാർ ഒരുമിച്ച് കല്യാണം കഴിക്കുന്നു. കത്തോലിക്ക സഭ ലണ്ടനിനകത്ത് പള്ളികളെല്ലാം വിക്കായിട്ടേക്കുവാ. ലണ്ടനിനകത്ത് കണ്ടോ 2 ചെറുപ്പക്കാർ കല്യാണം കഴിക്കുന്നു. മലയാളം. അബറാച്ചൻ തോമാച്ചാനെ കല്യാണം കഴിക്കുന്നു. ഗൈമാരെ ലെസ്ബിയന്മാരെ. ദാണ്ടെ സ്വവർഗ വിഭാഗത്തിന് ഫ്രാൻസിൽ അംഗീകാരം. ഒരു കാലത്ത് ഫ്രാൻസിന്റെ മിഷണർമാർ ദക്ഷിണ കേരള മഹായിടവക ഇവിടെ CSIയുടെ പാറശാലയും കാട്ടാക്കടയുമല്ല, ഫ്രാൻസുകാരും ബ്രിട്ടനുകാരും വന്ന് നല്ല പണം കൊടുത്ത് നല്ലതുപോലെ സഭകൾ പണിഞ്ഞ പള്ളികൾ ഇന്നും നിലനിൽക്കുന്നു. ആ സ്വവർഗ വിഭാഗം ഫ്രാൻസിനകത്ത് ആരാധനയില്ല, പ്രാർത്ഥനയില്ല, ജനം വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. അടുത്തതിന് ശേഷം സ്വവർഗ വിഭാഗം അമേരിക്കയിൽ 51 സ്റ്റേറ്റിൽ പച്ചക്കൊടി. ഇന്ത്യ കടക്ക് ലോകരാജ്യങ്ങൾ സുവിശേഷത്തിന്റെ വിത്തുകൾ പാകിയ മിഷണറിമാരുടെ രാജ്യത്ത് നിന്ന് വിവാഹമില്ലാതെ സ്വവർഗ വിഭാഗത്തിന് അവിടെ പച്ചക്കൊടി കൊടുക്കുന്നു. അന്ത്യകാലം ലോകം തീരാറായി. ഒരുവൻ ഭരണത്തിൽ കണ്ടു ഓസ്ട്രേലിയയിൽ. ഇതെല്ലാം പിന്നത്തതിൽ പടമെടുത്ത് നിങ്ങൾ കണ്ടോണം. ഓസ്ട്രേലിയൻ സ്വവർഗ വിഭാഗം, നല്ല ക്രിസ്ത്യൻ കൺട്രി. സിഡ്നി, മെൽബൺ, അല്ലായ് ദാ കിടക്കുന്നു. സകല സ്ഥലത്ത് സ്വവർഗ വിഭാഗം ആഞ്ഞടിക്കുന്നു. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും സ്ഥലം കാട്ടാക്കടയാണെന്ന് പറയാം. 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം. എന്തൊരു നല്ല കാലം. ഇവിടെ ചേച്ചിമാർ കേൾക്കണം, ചേട്ടന്മാർ കേൾക്കണം. നമ്മുടെ കാട്ടാക്കടയിൽ ഒരു പെൺകുട്ടി മാർത്താണ്ഡ എഫ്രൈം കോളേജിൽ പഠിക്കുന്നു. അതേസമയം വെള്ളറടയിൽ ഒരു ചെറുപ്പക്കാരൻ MTech തമിഴ്നാടുകാരെ ഭാഷ പറഞ്ഞാൽ ME പഠിക്കുന്നു. ചെറുപ്പക്കാരൻ വെള്ളറട. കാട്ടാക്കടയിലെ പെൺകുട്ടികൾ BE പഠിക്കുന്നു. മനസ്സിലാകുന്നവർക്ക്. ഇവർ പോകുന്നത് മാർത്താണ്ഡ എഫ്രൈം കോളേജിന്റെ നല്ല വണ്ടിയിലാണ്. ഇവർക്ക് 2 പേർക്ക് ഇഷ്ടമായി. അപ്പൊ പെങ്കൊച്ച് വീട്ടിൽ വന്ന് പപ്പായോട് പറഞ്ഞു, ഇനി പഠനമൊന്നുമില്ല, എന്നെ കല്യാണം നടത്തണം. പപ്പ പറഞ്ഞ കാര്യം എന്തോ, എനിക്കൊരു പയ്യനുമായിട്ട് ഇഷ്ടമാണ്. ഇപ്പൊ പെങ്കൊച്ചുങ്ങൾ തൻ്റെ ഇടമായിട്ടല്ലേ അപ്പൻ്റെ അടുത്ത് പറയുന്നത്. പപ്പ അവിടെ ഇരിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം. സന്തോഷമില്ലല്ലോ? മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. പണ്ടത്തെ കാലമല്ലല്ലോ സ്വോത്രം. പണ്ടത്തെ കാലത്ത്, ഞങ്ങളുടെ കാലത്ത് അപ്പന്മാർ വന്നു കഴിഞ്ഞാൽ
ഞങ്ങളൊക്കെ ഫ്രണ്ടിൽ നിന്ന് മാറി ബാക്കിലോട്ട് പോകും. ഇന്ന് പപ്പ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളെല്ലാം മുണ്ടെല്ലാം മുത്തി കൊടുത്ത് സ്പടികത്തിൽ മോഹൻലാൽ നിൽക്കുന്ന പോലെ നിൽക്കും. അപ്പന് വേണേ കയറാന്ന് മനസ്സിലാകുന്നവർക്ക് കാലം മാറിയില്ലേ സ്വത്രം. അങ്ങനെയെങ്കിൽ പെങ്കൊച്ചു പറഞ്ഞു, പപ്പ പറഞ്ഞു നിന്നെ BA എടുത്തിട്ട് ഞാൻ സിവിൽ സർവീസിന് കോച്ച് ചെയ്യാൻ പറ്റതാ, നീ കണ്ട ചെറുപ്പക്കാരായിട്ട് കമ്പനിയോ. അവിടെ നിന്ന് വെള്ളറുടെയിലുള്ള പയ്യനോട് പറഞ്ഞു, ചേട്ടാ കല്യാണം ഒന്നും നടക്കത്തില്ല, പപ്പ സമ്മതിക്കത്തില്ല. അപ്പം പയ്യൻ പറഞ്ഞു, വിഷമിക്കണ്ട, നിന്റെ ഒരു ആധാറിന്റെ കോപ്പി നമുക്ക് നെയ്യാറ്റിങ്കര പോകാം. വക്കീലിനെ കണ്ടു, വഴിയാധാരമായ ആധാറിന്റെ 2 കോപ്പിയും കൊടുത്ത് പേപ്പറിൽ ഒപ്പിട്ടു. വക്കീൽ പറഞ്ഞു, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി, നിങ്ങൾക്കൊരു പേപ്പർ തരാം, ലിവിങ് ടുഗദർ. ടോട്ടൽ 5000 രൂപ ചെലവ്. മനസ്സിലാകുന്നവർക്കാൽ BE-കാരി ME-കാരി അടുത്ത തിങ്കളാഴ്ച ഒരു വിധി കിട്ടി. രാവിലെ അവർ കോളേജിൽ പോകുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി പാറശാലയിൽ നിന്ന് നെയ്യാറ്റിങ്കര വന്ന് വിധി മേടിച്ചു. വിധി മേടിച്ചിട്ട് എന്തോ ഇതെന്നറിയോ, നേരെ കോളേജിൽ പോയി. കോളേജ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നില്ല, നേരത്തെ സെറ്റപ്പ് ഒക്കെ ചെയ്തതാ. മാർത്താണ്ഡ പാലത്തിന്റെ കറുങ്കലോട്ട് പോകുന്ന വഴിയിൽ ഒരു വാടക വീട് റെഡിയാക്കി നേരത്തെ വെച്ചിരിക്കുക. രണ്ടും വന്നില്ല. അപ്പൻ വൈകിട്ട് മൊബൈൽ ഓൺ ചെയ്തു, മോളുടെ മൊബൈൽ സ്വിച്ച് ഓഫ്. മനസ്സിലാകുന്നവർക്കാൽ 2ാം ദിവസം സ്വിച്ച് ഓഫ്. അപ്പൻ ഒരു കാര്യം ചെയ്തു, ഇവിടെ കാട്ടാക്കട DYS ഓഫീസിൽ സാറിനോട് പറഞ്ഞു, സാറേ മോളെ കാണാനില്ല, കിഡ്നാപ്പിംഗ് പെറ്റീഷൻ എഴുതാൻ പറഞ്ഞു. കാര്യമെല്ലാം റെഡിയായി. നല്ല DYSP, നല്ല സ്നേഹിതൻ. അദ്ദേഹം 2എണ്ണത്തിന്റെ മൊബൈൽ നമ്പർ എടുത്തു, ലൊക്കേഷൻ കറക്റ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഓൺ ആവും ഓഫ് ആകും. നോക്കിയപ്പോൾ മാർത്താണ്ഡം കഴിഞ്ഞ് നേരെ കരുങ്കൽ റൂട്ടിനകത്ത് വാടക വീട്ടിൽ 2 പേരുമുണ്ട് ബ്രിഡ്ജിന്റെ താഴെ പോകുന്ന വഴി. ആ സമയത്ത് പപ്പായോട് പറഞ്ഞു, അച്ഛൻ നാളെ രാവിലെ വരണം, ഞങ്ങൾ റെഡിയാ, കാട്ടാക്കടയിൽ നിന്ന് പോകാം, പെൺകൊച്ചിനെയും പിടിക്കാം, അവനെ കേസ് കസ്റ്റഡിയിൽ എടുക്കാം. രാവിലെ അച്ഛനും അമ്മാമ്മയും ബൊലീറോ കാട്ടാക്കടയിൽ നിന്ന് DYSP നല്ല ടാറ്റ വണ്ടിക്കകത്ത് നേരെ 8 മണിക്ക് യാത്രയായി. 9 മണിക്കുമ്പോട്ട് കോളേജ് ആരംഭിക്കുന്നതിന് മുമ്പ് 8:50 ആയപ്പോൾ കരുങ്കൽ റോഡിൽ നേരെ മാർത്താണ്ഡത്തിന്റെ താഴെ പോയി 2 കിലോമീറ്റർ കൊച്ചു വീട്ടിന് മുൻപിൽ ഇരിക്കുന്നു. പയ്യൻ മുറ്റത്തിരുന്ന് ME മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോട്ട് എഴുതുന്നു. പെൺകൊച്ചി രാവിലെ ടിഫിൻ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ നമ്മുടെ പോലീസ് ഓഫീസർ എന്നിട്ട് പയ്യനെ പിടിച്ചു. നിനക്കെതിരെ കേസുണ്ട്, പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പിംഗ്. അപ്പം പറഞ്ഞു, ആര് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി? അവിടെ സ്വന്തം ഇഷ്ടത്തിന് വന്നോ? അപ്പൊ പറഞ്ഞു, രേഖയുണ്ട്, സാർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സോദരം അദ്ദേഹം അകത്തുപോയി, പയ്യൻ അകത്തുപോയി. നെയ്യാറ്റിക്കര കോടതിയുടെ രേഖ, ലിവിങ് ടുഗദർ, 1 വർഷം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം. പോലീസുകാരുടെ മുഖം ചുളുങ്ങി. ഉടനെ പെൺകൊച്ചു പറഞ്ഞു, സാർ ഏറെ ദൂരം വന്നേല്, ഒരു ടീ സാപ്പിടുങ്കിൽ തമിഴ് ഭാഷയിൽ മനസ്സിലാക്കുന്നവർക്കായി ഒരു ചായ കൊടുത്ത് അപ്പനോടും അമ്മയോട് ചെന്ന് പറഞ്ഞു, 1 വർഷം കഴിഞ്ഞിട്ട് നോക്കാം. ഇവിടുന്ന് പപ്പായും മമ്മിയും നല്ല പാട്ട് പാടിയാ പോയത്, നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ. അവിടെ ചെന്ന് CA ഇത് പറഞ്ഞു കേട്ടപ്പോൾ പാട്ട് തിരിച്ചു, കണ്ണുനീരെന്ന് മാറുമോ വേദന എന്ന് തീരുമോ. സ്വോത്രം. ആ നല്ല പോലീസുകാരൻ ചായ കുടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ പെൺകൊച്ചും ചെറുപ്പക്കാരനും കൈ കാണിച്ചു. അകത്ത് നിന്ന് ഞങ്ങളുടെ ശരിയും പാടുന്ന പോലെ നല്ലൊരു അരുമயான തമിഴ് പാടൽ, ഉണ്മൈ നമ്പി വന്ന് നാം വെക്ക പാടല്. സന്തോഷമില്ലല്ലോ മനസ്സിലാക്കുന്നവർക്കായി. എവിടം വരായി അച്ചായാ, ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. അതാ യേശു പറഞ്ഞത്, അമ്മച്ചി കേട്ടാട്ടെ, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, കരമുയരുന്നില്ലല്ലോ, നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരയുവിൻ. ഇന്ന് രാത്രി എബനേസർ മിഷൻകാരുണ്ട്, CSI സഭക്കാരുണ്ട്, എല്ലാവരും എന്റെ സ്നേഹിതർ. നിങ്ങളുടെ സഭകളിൽ ഒരു കാര്യം അമ്മച്ചിമാരോടും അച്ചായന്മാരോട് പറയാം, 5 മിനിറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കരമുയരുന്നില്ലല്ലോ. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ അന്യായമായ കൂട്ടുകെട്ടിനകത്ത് വീണു പോവുകയില്ല. മനസ്സിലാകുന്നവർക്കായി മക്കൾക്ക് വേണ്ടി എല്ലാരും കേട്ടാട്ടെ, കരമൊന്നും ഉയരത്തില്ല. ഇന്ന് രാത്രി ഇവിടെയുള്ള 5 മുറി കടയാണോ, ഫെഡറൽ ബാങ്കിലെ നിക്ഷേപാന്ന് അമ്മ ഇതെല്ലാം കളഞ്ഞിട്ട് ബെങ്കോ ചോടിപ്പോയ എന്തോ ചെയ്യും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല നിക്ഷേപം റബ്ബറും തോട്ടമല്ല, കാട്ടാക്കടയുടെ ഫ്ലാറ്റ് അല്ല, അല്ലെങ്കിൽ ബാങ്കിലെ പണമല്ല. മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല നിക്ഷേപം പ്രാർത്ഥന. കരമുയർത്തുന്നവർക്കായി പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ ദൈവത്താൽ മാനിക്കപ്പെടും. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കണ്ടോ, ഈശാൻ സൂര്യ ട്രാൻസ്ജെൻഡർ മാരേജ് ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്നു. ഇന്ത്യൻ സുപ്രീം കോടതി, ആരെങ്കിലും പറയും ഭാഷ എന്താ കള്ളം പറയുന്നത്, വേണേ തരാം. ദാണ്ടേ ഇന്ത്യൻ സുപ്രീം കോടതി 2 വക്കീലന്മാർ ഒരുമിച്ച് താമസിക്കുന്നു, ജഡ്ജിയോട് മല്ല് പിടിക്കുന്നു. ദൈവം വെച്ച കാർമിക നിയമത്തെ മാറ്റിക്കളഞ്ഞു. ദാണ്ടേ വരൻ പുനലൂർ, വധു ഉക്രൈൻ. മനസ്സിലാകുന്നവർക്കായി സ്വവർഗ വിഭാഗം ലോകത്തിൽ നടക്കുന്നു. വരൻ പുനലൂർ, വധു ഉക്രൈൻ കമ്പ്യൂട്ടർ വഴി കല്യാണം നടത്തുന്നു. ഒരുവൻ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് അവൻ നിയമത്തെ കഠിനമാക്കും. വായിക്കുന്നു ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. ബൈബിളിനകത്തുണ്ടോ? ഒരുവൻ വരുന്നതിന് മുമ്പ് ഒരാഴ്ച വട്ടത്തേക്ക് അവൻ നിയമത്തെ കഠിനമാക്കും. വായിച്ചാട്ടെ, ദൈവം വെച്ചത് കാർമിക നിയമം തീരും. വായിക്കാം ദാനിയേൽ 7:25. വായിക്കാം മക്കളെ. സ്വർഗത്തിലെ ദൈവത്തിന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും സമയങ്ങളും നിയമങ്ങളെയും
ചെയ്യും. ദൈവം വെച്ച കാർമ്മികതയെ ബൈബിളിലെ വിശുദ്ധ നിയമം അവൻ മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. ലോകം അവന്റെ കയ്യിൽ വരാൻ പോകുന്നു. വായിച്ചിട്ടുള്ള കാലങ്ങളും കാലം 7 കാലം വർഷകാലത്തിന്റെ പകുതിയാ 3.5 അതായി വായിക്കുന്ന കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരുവന്റെ കയ്യിൽ ലോകം വരും. കാണാൻ പോവാ. അടുത്ത ഇന്ത്യയിലെ ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യ നടക്കാൻ പോവാ. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കാൻ പോയി. പ്രസംഗം പിന്നെ എന്നിട്ട് യൂട്യൂബിൽ കേട്ടോട്. ലോകം ഒരുവന്റെ കയ്യിൽ കൊടുക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ആരാ? നിയമങ്ങളെല്ലാം മാറി രാജ്യങ്ങൾ തകരും. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? എല്ലാവരും കേട്ടോണം. അമേരിക്ക ഇന്ന് രാത്രിയിലെ പ്രത്യേകത 1991 ബിൽ ക്ലിന്റൺ അധികാരത്തിൽ വന്നപ്പോൾ ഈ സ്വർഗ വിഭാഗം കൊണ്ടുവന്നത് എല്ലാ പട്ടക്കാരും പാസ്റ്റേഴ്സും എല്ലാം ബിൽ ക്ലിന്റനോട് സാറേ നമ്മുടെ ഡോളറിനകത്ത് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, വി വിൽ ട്രസ്റ്റ് ഇൻ ഗാഡ്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഇത് വേണ്ട. അന്ന് തൊട്ട് അച്ചായ അമേരിക്ക കാറ്റടിച്ചത്. റീത്ത, കത്രീന, വിൽമ, ഗാർബി, വോർമ, മാത്യു, ലോറൻസ്, മഗ, ബുൾബുൾ, മേഘനോ, സാഗർ, എത്ര കാറ്റുകൾ അടിച്ച അമേരിക്കയിൽ. എന്നാൽ ആ രണ്ടൊരുത്ത പോസ്റ്റിട്ടേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്ക പോകേണ്ട കാറ്റടിച്ചത്. കാറ്റ് എങ്ങനെ അടിക്കുന്നത് അവനറിയത്തില്ല, സയൻസും അറിയത്തില്ല. മുഖ്യമന്ത്രി പോകേണ്ടെന്നല്ല കാറ്റടിച്ചത്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക സിദ്ധാന്തം 3,75,00,000 കിലോമീറ്റർ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക ദൂരം. സമുദ്രത്തിലെ വെള്ളം കട്ടിപിടിച്ച ആകാശത്തിൽ കയറുന്നത്. അതിനെ ഇതാ മേഘം ഘനീഭവിച്ച മഴയും കാറ്റ് പഠിക്കുന്നല്ല. മുഖ്യമന്ത്രി പോയിട്ടൊന്നുമല്ല, ആരും പോയിട്ടല്ല. എന്താ അമേരിക്ക കാറ്റടിക്കാൻ കാര്യം? ദൈവത്തോട് മറുതലിച്ചു. ബാക്കി കേട്ടാട്ടെ. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പറന്നുയരുന്ന വിമാനം ഏതാ? 33,000 അടി ഉയരത്തിലാണ് പറക്കുന്നത്. വിമാനത്തെ റഡാറിൽ കാണത്തില്ല. വിമാനത്തിന്റെ ശബ്ദത്തിന്റെ പേര് ബട്ടർഫ്ലൈ എഫക്ട്. ഒരു സ്കൂളുണ്ട്, ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ മണ്ഡപത്തിൽ കടവ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, അവിടെ ജോഗ്രഫി ടീച്ചറോട് ചോദിക്കണം എന്താ ബട്ടർഫ്ലൈ എഫക്ട്. അമേരിക്കയിൽ കെന്നഡി എയർപോർട്ടിൽ റഡാറുണ്ട്. നാസയുടെ നാഷണൽ എയറോനോട്ടിക്കൽ സയന്റിഫിക് അഡ്മിനിസ്ട്രേഷൻ അവര് ശബ്ദം വലിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്ന് പറക്കുന്ന വിമാനത്തിന്റെ ശബ്ദം അമേരിക്കയിൽ കേട്ട് അതിന്റെ പേരാ ബട്ടർഫ്ലൈ എഫക്ട്. പക്ഷേ അമേരിക്കയിൽ കാറ്റടിച്ചത് ഒരു ക്യാമറയ്ക്കും കാണാൻ കഴിയില്ല. ദൈവദാസന്മാരെ, ഇന്ന് രാത്രി യഹോവയെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. യഹോവ നിന്നെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. തീർന്നില്ല. ബാക്കിയൂടെ കേട്ടോണം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അബോർഷൻ. ഇന്ന് രാത്രി സജു ചാത്തന്നൂരോട് പ്രസംഗിക്കുമ്പോൾ 75 ലക്ഷം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന ലോകത്തിലെ ഏറ്റവും വലിയ അബോർഷൻ കേന്ദ്രം അമേരിക്ക. മനസ്സിലാകുന്നവർക്കായി അവിടുത്തെ പ്രത്യേകത 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ സഹോദരി വയറ്റിനകത്തിട്ട് ഞെക്ക്. ആ കുഞ്ഞ് മരിച്ചു പോകുമ്പോൾ ആശുപത്രി ചെല്ല. അയ്യോ കുഞ്ഞങ്ങനെ മരിച്ചുപോയി, കീറിയെടുക്ക്. അവിടെ പുറത്താകും. കുഞ്ഞ് പോയി, ഡെഡ് ബോഡി അവർ കൊണ്ട് സംസ്കരിച്ചോളൂ. അത് അമേരിക്കയുടെ പ്രത്യേകത. കേസില്ല. ഇന്ന് കാനഡയിൽ നിന്ന് പെൺകൊച്ചുങ്ങൾ വരെ അമേരിക്കയിൽ അബോർഷന് വേണ്ടി പോന്നു. 75 ലക്ഷത്തിൽ പരം കുഞ്ഞുങ്ങളെ കൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അബോർഷൻ ലൈസൻസ് അമേരിക്ക. കത്തോലിക്ക സഭയെ ഞാൻ അഭിനന്ദിക്കുന്നു. കത്തോലിക്കയില് പോപ്പ് മാർപ്പാപ്പ ചെന്നിട്ട് ബിൽ ക്ലിന്റനോട് പറഞ്ഞു, സാർ മക്കൾ യഹോവ തരുന്ന ദാനം ഉദരഫലം, യഹോവയുടെ പ്രതിഫലം, കുഞ്ഞുങ്ങളെ കൊല്ലാൻ ലൈസൻസ് കൊടുക്കരുത്. അന്ന് തൊട്ട് അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടിയത്. ഇന്ന് രാത്രി കാനക്കോട് എബനേസർ മിഷൻ കൺവെൻഷൻ ഞാൻ നിൽക്കുമ്പോൾ 36 പരം അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടിപ്പോയി. അമേരിക്കൻ സാമ്പത്തിക മാന്ദ്യം. അമേരിക്കയുടെ കടം എത്രയാണെന്നറിയാമോ? 36 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം. അതാ 37 ഇട്ടിട്ട് 12 പൂജ്യം 37 ട്രില്യൺ. ഇപ്പൊ ഇറാനുമായിട്ട് അടിച്ചു. നമ്മുടെ കണ്ടല സർവീസ് സഹകരണ ബാങ്ക് പൊട്ടിയോല അത് വീണ്ടും പൊട്ടാൻ പോയി. അതുകൊണ്ട് ഇപ്പൊ ചൈനയിൽ ചെന്ന് 5.5 ട്രില്യനോട് ഈ വായാടി ട്രംപ് കടം മേടിച്ചോണ്ടാ വന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ കാശ് ഇല്ലാത്തോണ്ടാ വെനീസ്വലെ പിടിച്ചത്. രണ്ടാമത് ഇറാനെ പിടിക്കാൻ പോയി, എണ്ണക്കിണർ പിടിക്കാൻ പോയത്. ആകെ കുഴപ്പത്തിലായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അമേരിക്ക തകരുന്നു. അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റിന്റെ വരവ് ഇതിന്റെ പിൻപിൽ. ഇന്ന് രാത്രി അമേരിക്കക്കാരനാണോ ഭാഗ്യവാന്മാർ? അയ്യോ, അമേരിക്കക്കാർ വീടും ബസ്സും ഒക്കെ വിറ്റുകൊണ്ടിരുന്നത്. എപ്പൊ പറയുന്നത് ഇനി ഞങ്ങൾ വിൽക്കുന്നില്ല, എപ്പോഴായി വായാടി ട്രംപ് പുറത്താക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് 2 അമ്പൂരിയിലെ റബ്ബറുള്ള തോമാച്ചാനാണോ ഭാഗ്യവാന്മാർ? മഴയെല്ലാം പെയ്ത് റബ്ബറിന്റെ ഇലയൊക്കെ പോയി. ഇപ്പൊ ഇച്ചിരി വില ഉണ്ടായിരുന്നു, വെട്ടാനും പറ്റുന്നില്ല. ഇഞ്ചി വിലയും പോയി, എല്ലാം പോയി. അമ്പൂരിയിലെ തോമാച്ചാനാണോ ഭാഗ്യവാൻ? ഗൾഫുകാരനാണോ ഭാഗ്യവാന്മാർ? പണ്ട് ഇവിടെ പെൺകൊച്ചുങ്ങളെ സഭയെ പാടിയില്ല. ഭർത്താവ് ഗൾഫിൽ പോയപ്പോൾ സഹോദരി പാടി, എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി പാഷൻ എന്തോ വായിച്ച് ആ പെൺകൊച്ചിനെ കുറ്റം പറഞ്ഞപ്പോ പാഷന് വിട്ട് ഒരു ആപ്പ് കൊടുത്തു. എന്താ? എനിക്കുണ്ടേലെന്താ, എനിക്കില്ലേലെന്താ, എന്റെ ചേട്ടൻ സൗദിയിലാണ്. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി പാഷൻ ഒരു ആപ്പ് കൊടുത്തു. ഇപ്പൊ വെടിവെപ്പ് വന്നപ്പോൾ പെൺകൊച്ചു പാടി, സഭ പ്രാർത്ഥിക്കണം, എനിക്ക് ഉണ്ടേലും ഇല്ലേലും അല്ല, മിസൈൽ ശബ്ദം കേൾക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ? സ്വന്തം. അപ്പൊ എങ്ങനായി കാര്യങ്ങൾ? അതുകൊണ്ട് ഇന്ന് രാത്രി അമേരിക്കക്കാരനാണോ അമ്മാമേ ഭാഗ്യവാൻ? ഗൾഫുകാരനാണോ ഭാഗ്യവാൻ? അവരാരുമല്ല ഭാഗ്യവാൻ.
ഭാഗ്യവാ. ഇന്ന് രാത്രി അമേരിക്കക്കാരനോ അമ്പൂരി തോട്ടമുള്ള അച്ചായനോ ഒന്നുമല്ല ഭാഗ്യവാന്മാർ. ആരാ ഭാഗ്യവാന്മാർ? ഒരു കൂട്ടം ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ അത്രേ ഭാഗ്യവാന്മാർ. അവരെ ചേർക്കുവാൻ എന്റെ കാന്തൻ വരാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു, തീർന്നില്ല. ആരാരെ കൊല്ലും? യെശയ്യാ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യെശയ്യാ 3:12. ഇന്ന് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എടുത്താട്ട് മക്കളെ. യെശയ്യാ 3:12 വായിക്കാം. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. നിന്നാട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ മാറ്റരുത്, എല്ലാവരും കേൾക്കണം. നെടുമങ്ങാട് ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരുവൻ 91 മുറിവായി ഏൽപ്പിച്ചത് മനസ്സിലാകുന്നില്ലല്ലോ. ഒരു പിഞ്ചു കുഞ്ഞിനെ നെടുമങ്ങാട് ഒരു നരാധമൻ അമ്മയുടെ സാന്നിധ്യത്തിനകത്ത് 91 മുറിവേൽപ്പിച്ച ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് മനസ്സിലാകുന്നവർക്കായി. ബാലരാമപുരം ഉച്ചക്കട ഏജിയുടെ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9 മാസം 9 ദിവസം 9 പിന്നാടിക്ക് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ദേവനന്ദെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേരളം, തിരുവനന്തപുരം. തീർന്നില്ല. നെയ്യാറ്റിൻകര പ്ലാങ്ങാമുറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മകനെ 1 വയസ്സുള്ള കുഞ്ഞിനെ പള്ളക്ക് ചവിട്ടി കൊന്നുകളഞ്ഞു. തിരുവനന്തപുരം. ഒരു കുഞ്ഞിന് വേണ്ടി കരയുന്നവർ ദാ കൊന്നുകളയുന്നു സ്വന്തം മക്കളെ. അത് കഴിഞ്ഞതിന് ശേഷം പൂവാർ അവിടുത്തെ പഞ്ചായത്തിന്റെ സെക്രട്ടറി എന്റെ സുഹൃത്ത് തരുമാനു കഴിഞ്ഞ ഡിസംബറിൽ എന്നോട് പറഞ്ഞു, സാറേ കർത്താവ് വരാ. ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞു, 4 ലക്ഷം രൂപയ്ക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ വിറ്റ് കാശാക്കിയ കേരളത്തിലെ മാതാപിതാക്കൾ ദാ കിടക്കുന്ന കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. 200-ൽ പരം പോസ്കോ ഇന്ന് കേരളത്തിൽ നടക്കുന്നു. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. അടുത്ത ഭാഗം വായിച്ചേണ്ട മക്കളെ. സ്ത്രീകൾ അവരെ വാഴുന്നു. ആ സ്ത്രീകൾ അവരെ വാഴുന്നു. MDMA കടത്തുന്നത് ആരായാലും കൈയടിക്കുന്ന സ്ത്രീയായിരുന്നു. ഇപ്പൊ സ്ത്രീകളെ ഏത് കച്ചവടം? മയക്കുമരുന്ന് കച്ചവടം. മനസ്സിലാകുന്നവർക്കായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കൊച്ചി എയർപോർട്ടിൽ മസ്കറ്റിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നു. 8 കോടി രൂപയുടെ മയക്കുമരുന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ നെഞ്ചത്തെ കൈവച്ചു. ആ സൗകര്യോട് പറഞ്ഞു, ചെറുപ്പക്കാർ 1 കോടി, നീ 8 കോടി. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്ക്. സ്വത്രം. ആ പറക്കോടുകാര് സൂര്യ ഇതൊക്കെ വായിക്കണം അമ്മാമ്മ. കഞ്ചാവ് കടത്ത്, മയക്കുമരുന്ന് കടത്ത് യന്ത്രത്തിനകത്തുമല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ തുപാനകത്ത് സ്ത്രീകൾ അവരെ വാഴുന്നു. അന്ത്യകാല